കൈത്താകാലം 6-ാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെ വാക്യങ്ങളുടെ വിശകലനം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. എല്ലാ വൃക്ഷത്തിനും പൊതുവായ ഒരു നല്ല ഗുണമുണ്ട്. തന്റെ അരികിൽ വരുന്നവർക്കൊക്കെ അത് തണലേകുന്നു. തണലേകുന്ന വൃക്ഷം മധുരമുള്ള ഫലങ്ങൾ കൂടെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് ഇരട്ടി ആകർഷകമാകുന്നു. അതിന്റെ തണലിലേക്ക് മൃഗങ്ങൾ വന്നണയുന്നു. പക്ഷികൾ കൂട്ടം കൂടി വന്ന് അതിന്റെ ഫലങ്ങൾ ഭക്ഷിക്കുന്നു. അവിടെ മത്സരങ്ങളും സ്വാർത്ഥതയുമില്ല. ദൈവം ഒരുക്കിയ സ്വാഭാവിക ദാനത്തെ അവർ പങ്കിട്ട് അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ആ ജീവജാലങ്ങളെ ആട്ടിയോടിച്ച് അതെല്ലാം ശേഖരിച്ച് തന്റെ മാത്രം സ്വന്തമാക്കുന്നു. വിറ്റ് പണമുണ്ടാക്കുന്നു. അതിനായി പരസ്പരം പോരടിക്കുന്നു. വെട്ടിച്ചാവുന്നു. അന്തരീക്ഷം കലുഷിതമാക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവന്റെ സ്വാർത്ഥത ശാപമാക്കി മാറ്റുന്നു. കാരണം അവന്റെ ഹൃദയം ദുഷിച്ചതായിരുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. നിന്റെ ഹൃദയത്തെ എന്റെ നിക്ഷേപത്തിൽ നന്മയാണോ തിന്മയാണോ നീ നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് നിന്റെ പ്രവൃത്തികളിലൂടെ തിരിച്ചറിയപ്പെടും എന്ന് മറക്കാതിരിക്കുക. നീ നന്മ മരമാണെന്ന് ലോകം പറയട്ടെ.